ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. 2300 സ്ക്വയർ ഫീറ്റിൽ 15 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ പ്രാക്കുളത്താണ്. ടോണി രാജൻ അഖില ദമ്പതികളുടെയും മകൻ കേശവിൻ്റെയും വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു വീടിൻ്റെ ഓവറോൾ ഡിസൈനിങ്ങും കൺസൾട്ടിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത് ഗ്രേ ബ്രിക്ക് ഡിസൈനേഴ്സാണ്. വീടിനുള്ളിലോട്ട് പോകുമ്പോൾ താഴെ തന്നെ 3 ബെഡ്റൂം, ഡൈനിങ്, ലിവിങ്, കോർട്ട്യാർഡ്, കിച്ചൺ എല്ലാം വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ പ്ലേസുകളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം. ഭംഗിയുള്ളൊരു കോമ്പൗണ്ട് വാള് ചെയ്തിരിക്കുന്നു. വൈറ്റ് പെയിൻ്റാണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ്സിൽ CNC കട്ടിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. വോളിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വെട്ടുകല്ല് തന്നെയാണ്. എന്നിട്ടത് പോളിഷ് ചെയ്തിരിക്കുകയാണ്. വിൻഡോസിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ വിൻഡോസും ഡോസും ഒക്കെ എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വോളിൽ കണ്ടില്ലേ, ഇത് ജസ്റ്റ് നമ്മൾ കോൺക്രീറ്റിൽ തന്നെ ചെറിയ ഡിസൈൻസ് പോലെ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ടെക്സ്ചർ വർക്ക് അല്ല, ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെയാണ് ഈ ഒരു വോളിലും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുറ്റത്തായിട്ട് ഇൻ്റർലോക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. 2 സൈഡിലും ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പെബിൾസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കിണർ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കേട്ടോ കിണറിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു സീറ്റിങ്ങും താഴെ ഇങ്ങനെ ഷൂസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോറ് വരുന്നത് ഡബിൾ ഡോറാണ്. ഇവിടെ ഒരു ഡോറ് കുറച്ച് വീതി കൂടിയതും മറ്റൊന്ന് വീതി കുറഞ്ഞതും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മൾ മെയിൻ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ ഈ ഒരു വോളിലെ ഈ ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മുടെ ശ്രദ്ധയപ്പെടുന്നത്. ക്യാൻവാസിൽ ചെയ്തിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ബുദ്ധയുടെ ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. ഇത് ചെയ്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് സന്തോഷാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഇലക്ട്രീഷ്യനും. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പൂജാ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതും HD HMRലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗിലായിട്ട് ജിപ്സം വർക്ക് ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിലോട്ട് വരുമ്പോൾ ജോൺസന്റെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. 6x2 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഇവിടെ ഇങ്ങനെ ലിവിങ് ഡൈനിങ് ആയിട്ട് പ്രത്യേകം പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിൽ നിന്ന് തന്നെ നമുക്കൊരു ഫാമിലി ലിവിങ്ങിലോട്ട് പോകുന്നുണ്ട്. നല്ലൊരു ലോഞ്ച് സോഫ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു TV യൂണിറ്റും ചെയ്തിരിക്കുന്നത് HD HMRലാണ്. ഇവിടെ വോളിലായിട്ടൊരു 7 ഹോഴ്സസിൻ്റെ ഒരു അക്രിലിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഊഞ്ഞാൽ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പ്ലാവിലാണ് ഇത് ഫുൾ ചെയ്തതിനൊരു ആയിട്ടുള്ളത് 20,000 അടുപ്പിച്ചാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ മുകളിൽ പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് എല്ലായിടത്തോട്ടുള്ളൊരു ആക്സസ് വരുന്നത്. കിച്ചൺ വരുന്നുണ്ട്, ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ 2 ബെഡ്റൂംസ് ആണ്. ബാക്കിലായിട്ടൊരു കോർട്ട്യാർഡാണ് വരുന്നത്. അതുപോലെ ഇവിടെയായിട്ട് വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്, വാഷ് കൗണ്ടർ വരുന്നുണ്ട്. ഈ ഒരു വർക്കെല്ലാം തന്നെ HD HMRലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടൊരു കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടും സ്ക്വയർ ട്യൂബ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു.
ഈ സ്ക്വയർ ട്യൂബ്സിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഷീറ്റ് ഇട്ടിട്ട് അവിടെ ഒരു അത്രയും പോർഷൻ ഗ്ലാസ് ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വെട്ടം കിട്ടും, എന്നാലിട്ട് മഴയൊന്നും ഈ ഒരു ഭാഗത്തോട്ട് വീഴത്തതുമില്ല. ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ മ്യൂബൽ ഫർണിച്ചേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ സീലിങ്ങിൽ നമ്മുടെ ജിപ്സം സീലിംഗാണ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് അവിടെ വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡൈനിങ്ങിൽ തന്നെയാണ് കിച്ചണിലോട്ടും വരുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോർഡറിൽ ചെയ്തിരിക്കുന്നത് വെനീർ ലാമിനേഷനാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു അക്രിലിക് കിച്ചണാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയും പോർഷൻ അക്രിലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. ഇനി ഈ മുകളിലെ കബോർഡ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് HDHMRലാണ്. ഈ ഒരു കബോർഡ്സും നമുക്ക് ചെയ്തിരിക്കുന്നത് HDHMRലാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ കബോർഡ്സ് ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഇങ്ങനെ വലിയ കബോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് വിത്ത് സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ക്ലോഷേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയും വർക്കിംഗ് കിച്ചണിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജും വിത്ത് സീറ്റിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയും അക്രിലിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു. വൈറ്റ് ആൻഡ് ഗ്രീൻ ആണെന്ന് പറയാൻ പറ്റില്ല, ഗ്രീനോട് സാമ്യമുള്ള മനോഹരമായൊരു കളറാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലോവേഴ്സ് പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 3 ബെഡ്റൂംസ് ആണുള്ളത്. 3 ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ്. ഇവിടെ വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത് HDHMRൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ റൂമും കാണാം. എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ടോട്ടൽ ഈ വീട്ടിലുള്ളത് 4 ബെഡ്റൂംസ് ആണ്. ഇനി നമുക്ക് മുകളിലെ ഏരിയ കാണാം. ഇവിടെ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്ന ഗ്ലാസും സ്റ്റീലും ആണ്. ഈ ഒരു സൈഡ് വാളിൽ മൊത്തം ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സിലായിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. കയറി വരുമ്പോൾ ഇങ്ങനൊരു വിൻഡോ കാണാം. അപ്പോൾ ഈ ഒരു സൈഡ് വാൾ, സ്റ്റെയർസിൻ്റെ ഒരു സൈഡ് വാളാണിത്. ഫുള്ളായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുകയാണ്. മുകളിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ കയറി വരുമ്പോൾ ഇതൊരു ചെറിയ അപ്പർ ലിവിങ് ഏരിയ ആണ്. ഇനി ഇവിടുന്ന് ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ഒരു വീടിൻ്റെ കോസ്റ്റ് ഇൻക്ലൂഡിങ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ ആയിട്ടുള്ളത് 56 lakhs ആണ്. ഇനി നമുക്കിവിടുത്തെ ബാൽക്കണി പോർഷൻ കാണാം. ഇവിടെ ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സിൻ്റെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു വർക്ക് കാണാനും ഈ ഒരു ഏരിയ കാണാനും ഒക്കെ. ഇവിടുന്നായിട്ട് ബാക്കിലായിട്ട് ടെറസ് പോർഷൻ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് തുണികളൊക്കെ കഴുകിയിടാനും ഒക്കെ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും മുകളിലേക്ക് പോകുന്ന ആ ഒരു പോർഷനാണ്.
അപ്പോൾ ഈ ഒരു വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവരെങ്ങനെയാണ് ഈ ഒരു കൺസ്ട്രക്ഷനിലും ഈ ഒരു വീടിൻ്റെ വർക്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ടോണി രാജ് എന്നാണ്. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ വൈഫ് അഖില സുരേന്ദ്രൻ, ഇത് മകൻ കേശവ് ടി. അപ്പോൾ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് കോയമ്പത്തൂരിലായിരുന്നു ഒരു 4 കൊല്ലം. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ വീട് വെക്കണമെന്നൊരു പ്ലാൻ വരുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ വീട് വെക്കണമെന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ എങ്ങനെ ആരെയും കൊണ്ട് അത് പ്ലാൻ ചെയ്യിപ്പിക്കും, അത് ഡിസൈൻ കൊണ്ടുവരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വഴി ശ്രീ ഹാഷിമിനെ, അദ്ദേഹത്തിൻ്റെ ഗ്രേബ്രിക്സ് ഡിസൈൻസ് അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്യുകയും നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ പറയുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ താഴെ എത്ര 3 റൂം വരണം, അങ്ങനെയുള്ള കുറേ ഐഡിയാസ് പറഞ്ഞു കൊടുത്തു. നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കോയമ്പത്തൂർ ഇരിക്കുന്ന അതെ എല്ലാം ഫോൺ വഴിയാണ്. കോയമ്പത്തൂർ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എങ്ങനെയാണോ അതിലും വളരെ ബെറ്ററായിട്ടുള്ളൊരു ഡിസൈനാണ് ഹാഷിമിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയത്. പ്ലാനും ഡിസൈനും എല്ലാം ഹാഷിമിൻ്റെ ആയിരുന്നു. കൺസൾട്ടിങ്ങും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മുടെ വേറൊരു ശ്രീ ദിലീപ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ് കോൺട്രാക്ട് വർക്കിനായിട്ട് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ശിവന്യ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. ഇത് ഡിസൈൻ ചെയ്ത് ഹാഷിമാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് ഹാഷിമ. അതിന് നേരത്തെ അറിയാമായിരുന്നു. അപ്പം ഈ 3 ബെഡ്റൂം താഴെ നല്ലതായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ വേണമെന്ന് പറഞ്ഞിട്ടാണ് അതേപോലെ കറക്റ്റായിട്ട് ചെയ്തു തന്നു. എല്ലാ ബെഡ്റൂംസും വലുതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇൻറ്റീരിയറൊക്കെ ഈ പൂജാ റൂം വേണ്ട, സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അതുപോലെ ഒരു ഡിസൈൻ കൊടുത്ത് അത് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലപോലെ ചെയ്തു തന്നു. കിച്ചൺ ആയാലും ഒരു ടോളി യൂണിറ്റ് പോലെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത്രയും സ്പേസ് ഉണ്ടായതുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്ത് നന്നായിട്ടാണ് എല്ലാം നല്ലപോലെ ചെയ്തു തന്നു ഇൻറ്റീരിയർ. അതുപോലെ കൺസ്ട്രക്ഷൻ ചെയ്ത ദിലീപണനാണെങ്കിലും വളരെ 8 മാസം കൊണ്ടാണ് പണി കഴിച്ചത്. ആ എലിവേഷൻ ആയാലും പ്ലാൻ ആയാലും ഉണ്ടായിരുന്നാലും അതിലും മനോഹരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. മോനിക്ക് ഇഷ്ടപ്പെട്ടോ വീട്? ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ പറയണം. നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീട് വെക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീടിൻ്റെ കൺസൾട്ടിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത് ഗ്രേബ്രിക് ഡിസൈനേഴ്സിലെ ഹാഷിമാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.